ഹലോ ഗേസ്, നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ പോവാനെ ഗൈസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടമ്പാര പോലത്തെ ഒരു മീനാണ് കേട്ടോ, കുറച്ച് വലിയ ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഇത് ഉച്ചത്തെ കറിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ഈ മീൻ കട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ മീനിതാ ഞാനൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ വാലൊക്കെ കട്ട് ചെയ്തിട്ട് സൈഡിലുള്ള മുള്ളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ചെളുക്കത ഇങ്ങനെ വലിച്ചെടുക്കാൻ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള കുടലൊക്കെ മാറ്റാൻ. കുറച്ചൊരു വലിപ്പമുള്ളതുകൊണ്ട് ഞാനിത് നടുക്ക് കട്ട് ചെയ്യാണ്. ഓക്കെ, ഇതുപോലെയാണ് നന്നാക്കി എടുക്കുന്നത്. ഇനി ഒരെണ്ണം കൂടെ നന്നാക്കി എടുക്കട്ടെ. സെയിം രീതിയിൽ തന്നെ നമ്മൾ മുള്ളൊക്കെ ഒഴിവാക്കി ചിലക്കത് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. ഓക്കെ, ഓക്കെ, നമ്മളിതാ എല്ലാ മീനും കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ മീനൊക്കെ കട്ട് ചെയ്തിട്ട് നന്നാക്കി വാഷ് ചെയ്ത് ഒക്കെ കൊണ്ടുവന്നതാണ്. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത വെള്ളം ഇല്ലാണ്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ മാങ്ങ ഇട്ടിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ചെറിയൊരു മാങ്ങാണ്, പിന്നെ 2 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് മാങ്ങേൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി മാറ്റാം. നല്ല പച്ച മാങ്ങാണ് കേട്ടോ. ചെറിയൊരു പീസ് കഴിച്ചു നോക്കട്ടെ നല്ല പുളി ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ കഴിച്ചു കിട്ടുക, ഒരു മീഡിയം പുളിയുണ്ട് കേട്ടോ, എന്നാലും ഓവറായിട്ട് പുളിയില്ല. അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ ചെറിയ പീസാക്കി ഇനി കട്ട് ചെയ്തെടുക്കട്ടെ. മാങ്ങ മൊത്തത്തിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്ത്, അതുപോലെ നമ്മൾ ടൊമാറ്റോ എടുക്കാൻ. ടൊമാറ്റോ ഇതിൽ തന്നെ കട്ട് ചെയ്ത് ഇടട്ടെ. നീളത്തിൽ കട്ട് ചെയ്യുക. ഓക്കെ, ഇനി പച്ചമുളക് ഇതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് ഇടുക. അങ്ങനെ എല്ലാതും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതൊക്കെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഫസ്റ്റ് തന്നെ മീൻ ഇടുന്നുണ്ട്. മാങ്ങയും പച്ചമുളകും ടൊമാറ്റോ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവാണ്. ചെറിയൊരു സ്പൂണിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ചെറിയൊരു പീസ് പുളിയും കൂടെ എടുത്തിട്ടുണ്ട്. മാങ്ങ കുറച്ച് പുളി കുറവാണ്, അപ്പോൾ അതിങ്ങനെ പിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസും കൂടെ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും മതിയാ. ഇനി നമുക്ക് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഉപ്പും മുളകും എല്ലാം എല്ലാ സ്ഥലത്തും ആകുന്ന രീതിയിലാണ് ഞാനിത് ഇളക്കി കൊടുത്തത്. ഓക്കെ, ഇത്രയും മതിയേ. ഇനി നമ്മൾ ഇത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടി ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് കറി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു മൂടിയിട്ട് അടച്ചെടുക്കുക. ഇനി കറി വേകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 2 ചുള ഉള്ളിയാണ്, കൊച്ചുള്ളിയാണ് കേട്ടോ. ഇത് കുറച്ച് നല്ല വലുപ്പമുള്ള കൊച്ചുള്ളിയാണ്. അപ്പോൾ ഞാൻ നടു കട്ട് ചെയ്തപ്പോൾ 3 എണ്ണം പീസായ. അതിലേക്ക് ഒരു കറിവേപ്പിലിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നാക്കി ചതച്ചെടുക്കാം കേട്ടോ.
ഏകദേശം ഇതാ നന്നാക്കി ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു കോപ്പയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്കിത് നന്നാക്കി വടിച്ചിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കറി ഒന്ന് തുറന്ന് നോക്കിട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ വേവാനുണ്ട് കേട്ടോ. അപ്പോൾ കറി ജസ്റ്റ് ഒന്ന് മെല്ലെ ഇളക്കിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കുകയാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞു. ഞാൻ കറിയെല്ലാം തുറന്ന് നോക്കി. കറി ഇവിടെ നന്നാക്കി വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാങ്ങ കഥ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചതച്ച് വെച്ച ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം ഉണ്ടല്ലോ വരുന്നൊരു സ്മെല്ല്, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇനി നമ്മൾ ഗ്യാസ് എല്ലാം ഓഫാക്കി കറിയൊക്കെ ഇറക്കി വെച്ചിട്ടോ. ഇനി നമ്മളൊന്ന് അടച്ച് വെക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തുറന്ന് നോക്കുന്നത്. അപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഉച്ചത്തെ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ കറിക്കതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 പീസ് മീൻ എടുത്തിട്ടുണ്ട്, കുറച്ച് കറി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ചക്കൻ്റെ കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ചക്കൻ്റെ പുഴുക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന്ന് കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ ചക്ക ഈ പെരിഞ്ചീരകം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഉച്ചത്തെ ലഞ്ച് കഴിക്കട്ടെ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെടില്ലേ എൻ്റെ ചാനലിനൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്